അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖം തന്നെ. ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ ഇന്നൊരു ചമ്മന്തി ഉണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓളം ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും സഹായിക്കുക. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കൊഴുക്കട്ട ചമ്മന്തി കൊഴുക്കട്ടയാണ്. ഇത് മധുരമുള്ളതല്ല, ചമ്മന്തി കൊണ്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. തലേന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇനിയിപ്പോ തലേന്ന് ഇല്ലെങ്കിൽ പിറ്റേന്നായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ തലേന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് വേഗം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാനിത് എടുത്തത് ഫാമിലി ഒരു തലശ്ശേരി സ്പെഷ്യൽ പത്തിരി പൊടിന്റെ ഇതാണ് എടുത്തത്. ഇതല്ലെങ്കിൽ ആമീസ് പൊടി എടുത്താൽ മതി. ആമീസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിയതും കുഴപ്പമൊന്നുമില്ല, നല്ല പൊടിയാണ്. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് തിളച്ച വെള്ളത്തിൽ പുതിർത്തിട്ട് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പച്ചരിപ്പൊടി ഉണ്ടല്ലോ, പച്ചരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കാം. നമ്മൾ പത്തിരിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, മറ്റേ നൈസ് പത്തിരി. അപ്പോൾ ആ പച്ചരിപ്പൊടി തിളക്കുന്ന വെള്ളത്തിലിട്ട് കുഴച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. ഇത് ഞാൻ ഈ പൊടി ഉള്ളതുകൊണ്ട് ഈ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് അരിപ്പൊടിയാണ്, മറ്റേ നമ്മളെ പത്തിരി ടയർ പത്തിരി എല്ലാം ഉണ്ടാക്കുന്ന പൊടിയാണ്. അപ്പൊ ഇത് ഞാൻ ഒരു 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ച് ഓയിലും കൂട്ടി കുഴച്ചിട്ട് എടുത്തതാണ്. അപ്പൊ ഇത് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്, ഓയിൽ എടുത്തിട്ട് കയ്യിൽ തടവിയിട്ട് നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കത് ആക്കിയെടുക്കും. ഓൾറെഡി ഞാനിത് ഉരുട്ടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഉരുട്ടി ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാല് ആദ്യം വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അപ്പൊ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മനസ്സിൽ ഒരു തോന്നി, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താലോ, ഇത് നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്താൽ മതി. ഇങ്ങനെയല്ല, നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഇങ്ങനെ ആക്കും. പക്ഷെ ഇത് നമ്മൾ ഉരുട്ടൽ മാത്രം ഉണ്ട പോലെ ആക്കിയിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലാണ് ഇത് വെച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തുവരെ ഞാനിത് ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഉരുട്ടേണ്ടത്. ഇങ്ങനെ ഉരുട്ടി ഒരു ബോളാക്കിയിട്ട് ഈ അരി തീരുന്നത് വരെ ഇതിലോട്ട് ആക്കിയാൽ മതി. ഇത് പറ്റിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഈ ഒരു അരിൻ്റെതും എല്ലാം പ്രത്യേകത അതാണ്. ഇത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. ഇത് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഉരുട്ടിയിട്ട് കൊടുത്താൽ ഇല വെക്കുന്നുണ്ട്, ഇല വെച്ചോ, അത് നിങ്ങളെ ചോയ്സാണ്. ഞാൻ ആ ഇലയൊന്നും വെക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഉരുട്ടിയിടലാണ്. പിന്നെ പച്ചരിൻ്റെ ആകുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല. പിന്നെ നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇലയിൽ വെച്ചിട്ടായിരിക്കും. പക്ഷെ ഏറ്റവും നല്ലത് ആമീസ് പൊടി കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ പച്ചരിപ്പൊടി. ഓക്കെ, അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ ഉണ്ടയെല്ലാം ഇങ്ങനെ ഉരുട്ടിയിട്ട് കഴിഞ്ഞ് എല്ലാം ഫിനിഷായി. അപ്പൊ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ആവിയിൽ വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മൂടി വേവിക്കാം. അപ്പൊ നമ്മുടെ ഉണ്ട വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ട് നല്ല ചൂടുണ്ട്. ഇപ്പൊ ഞാൻ മൂടി തുറന്നിട്ടേ ഉള്ളൂ. ഇതിനെ നല്ലോണം ഒന്ന് തണുക്കണം. നല്ലോണം ആവിയെല്ലാം പോയി നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. ഓരോന്നോരോന്നായിട്ട് കിട്ടണമെങ്കിൽ നല്ലോണം തണുക്കണം. കണ്ട, ഒന്നിനോടൊന്നും പറ്റിയിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് തണുത്തിട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇതെല്ലാം നല്ലോണം ആറി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ വേഗം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനോട്ട് എടുക്കാം. എന്ന് വെച്ചാല് ഈ ആവിച്ചെമ്പന്ന് നമ്മള് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ പിന്നെ ഒന്നൊന്നൊന്ന് ഇങ്ങനെ വിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്, മിക്സി. ഇതിൽ ഞാൻ ഒരു മുറിയിൽ 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്, ചുവപ്പ് ചമ്മന്തി. ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം.
നമുക്ക് മുളക് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി അരക്കുക. നന്നായിട്ട് അരച്ചെടുക്കണ്ട, നമ്മൾ ചമ്മന്തിക്ക് അരക്കുന്നില്ലേ അതേപോലെ അരച്ചെടുക്കാം. അപ്പൊ അരച്ചിട്ടിട്ട് അപ്പൊ ചമ്മന്തിയുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒഴിച്ചു. പിന്നെ നിങ്ങൾ ചമ്മന്തി അരക്കുമ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേക്ക്. ഇത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നല്ല ഓയിലും കൂടി നല്ലൊരു ടേസ്റ്റ് പിന്നെയും കിട്ടും. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. അപ്പം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുപുരം കറിവേപ്പില. പിന്നെ നമ്മളെന്ത് ചെയ്യാം, ഈ ചമ്മന്തി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം വരും. അത് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ വറുത്ത കടുകിലോ കറിവേപ്പിലയിലോ ഇത് ചമ്മന്തി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. കുറച്ച് വെള്ളം ഈ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉണ്ടകളുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടെ ഇടാൻ പാടില്ല, വെള്ളം ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. അധികം തിളക്കൊന്നും വേണ്ട, ഒരു തിള വന്നാൽ മതി. മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മുടെ ചമ്മന്തി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടല്ല, ചമ്മന്തി കൊഴുക്കട്ട എന്ന് പറയും നമ്മള്. പിന്നെ ഇതാ പറയാന്ന് വെച്ചാൽ ചമ്മന്തി ഉണ്ട വേറെയുണ്ട്. നമ്മള് ഉണ്ടേന്റെ ഉള്ളിൽ ചമ്മന്തി വെച്ചിട്ടുള്ള ആ ഉണ്ട്. അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അത് അടിപൊളി ടേസ്റ്റാണ്. അതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയ ഉണ്ട ചമ്മന്തിയിൽ ഇട്ടിട്ടുള്ള ഒരു ഡിഷ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ തലേന്ന് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് വേഗം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇതുണ്ടാക്കി. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് ശ്രമിക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. അപ്പോൾ എന്താ പറയുക, അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ, കണ്ടുമുട്ടുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.